സ്വാഗതം. മോർണിംഗ് വെബ് സർ, ഇത് ഞായറാഴ്ച ദിവസം അവധി ദിനമാണ്. എല്ലാവരും ഒരു അവധി ദിനത്തിന്റെ ആലസ്യത്തിലാണെങ്കിൽ കേരളം ആകെ ഒരു മഴയുടെ കുളിരിൽ നിൽക്കുകയാണ്. മഴയുടെ കുളിരിൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവിടെ നഗര ജീവിതം തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. ഇനിയും എങ്ങനെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം ഈ അധികാരികളോട് എന്നറിയില്ല. പലയിടത്തും വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ട് ഈ തിരുവനന്തപുരം നഗരം അത് സ്മാർട്ട് സിറ്റി ആകാൻ പോകുന്നു എന്നുള്ള തയ്യാറെടുപ്പൊക്കെ എന്ന് നഗരം സ്മാർട്ടാകും എന്നുള്ള ചോദ്യത്തിൽ അവസാനിക്കുകയും ചെയ്യും. ആ ചോദ്യം അനന്തമായി നീളും ഉത്തരം കിട്ടാതെ. മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ചാല ഉൾപ്പെടെയുള്ള നഗരമധ്യത്തിൽ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മുട്ടോളം വെള്ളം ഉള്ള സാഹചര്യമുണ്ട്. ഇനി തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് തുടർന്നു. അത് ചാക്ക ഈഞ്ചക്കൽ ഭാഗത്ത് അത് പ്രധാനപ്പെട്ട ഹൈവേ ഉള്ള സ്ഥലമാണ്. അവിടെയും വെള്ളക്കെട്ടാണ്. കൊച്ചി നഗരത്തിലേക്ക് എത്തിയാൽ കൊച്ചിയിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി നമുക്ക് പ്രകടമാകുന്ന സാഹചര്യം. ഇത് ചാക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാത്രിയല്ല, പുലർച്ചെ 5 മണിക്ക് ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഒരു നനഞ്ഞു കുതിർന്ന ചെളിവെള്ളത്തിൽ മുങ്ങിയ ഒരു പ്രഭാതം എന്ന് വിശേഷിപ്പിക്കണം ഈ ദിനത്തിൽ രാവിലെ എല്ലാ പ്രേക്ഷകർക്കും. എന്താണെങ്കിലും മഴയുടെ ഒരു കുളിരും സന്തോഷവും ഒക്കെ ഉണ്ട്. അതിൽ എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂക്ഷിക്കുക. ഈ മഴയുടെ ആദ്യ സമയങ്ങളായതുകൊണ്ട് തന്നെ ഈ വെള്ളം അത് ഉപയോഗിക്കുന്നതും സൂക്ഷിച്ചുപയോഗിക്കുക. പനി കൂടുന്നുണ്ട് ഗണ്യമായ തോതിൽ. ഈ മഴ പെയ്യുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ 5100-ലേറെ പേരാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അങ്ങനെ ഈ മഴയോട് അനുബന്ധമായി തന്നെ രോഗങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ടല്ലോ, പ്രത്യേകിച്ചും തുടക്കകാലത്ത്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി തന്നെ നീങ്ങുക. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. ആഘോഷമായിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ കരുതുമ്പോൾ നോക്കി വേണം പോകാൻ. പ്രത്യേകിച്ചും സ്കൂട്ടറുകാർ. ഇപ്പോൾ ഞങ്ങളുടെ കൊളീഗായിട്ടുള്ള അശ്വതി രാവിലെ വന്നപ്പോൾ പറയുകയാണ്, പെട്ടെന്ന് കരമന ജംഗ്ഷനിൽ വലിയൊരു കുഴി രൂപപ്പെട്ടു, കാറൊക്കെ വന്ന് വീണ് അങ്ങ് പോവുകയാണെന്ന്. അപ്പോൾ ഈ മഴയാവുമ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. വെള്ളക്കെട്ടിൻ്റെ അടിയിൽ വലിയ ഗർത്തങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോട് തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ എന്തായാലും മോർണിംഗ് അലർട്ട് നമുക്ക് മഴയുടെ കാഴ്ചകളുമായി തന്നെ തുടങ്ങാം. ഒപ്പം തന്നെ മറ്റു പല വാർത്തകളുമുണ്ട്. പന്തീരാങ്കാവിൽ രാഹുലിനെ സഹായിച്ച CPOയ്ക്ക് സസ്പെൻഷനുണ്ട്. ഇനി ബിലീവേഴ്സ് ട്രസ്റ്റിൻ്റെ ബിഷപ്പ് അധ്യക്ഷൻ KP യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തിരുവല്ലയിലേക്ക് വിലാപയാത്രയായി പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള വാർത്തകൾ, കാഴ്ചകൾ. ഇനി 5ാം ഘട്ടത്തിൽ നാളെയാണ് വോട്ടെടുപ്പ്. ഇതിലേക്കൊക്കെ നമുക്കെത്താം. നമുക്ക് ആദ്യം നോക്കാം മഴയുടെ കാഴ്ചകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് തീരമേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും റെഡ് അലർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള യാത്ര അതിന് നിരോധനം ഏർപ്പെടുത്തി. മാത്രമല്ല മറ്റ് മലയോര മേഖലയിലേക്കും യാത്രാ നിരോധനമുണ്ട്. നമ്മുടെ പ്രതിനിധികൾ ചേരും വിവിധ ഇടങ്ങളിൽ നിന്ന്. ആദ്യം ഡാൻ കുര്യൻ, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ, ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആദ്യം നമുക്ക് വേണ്ടി അണിനിരക്കും. ആദ്യം നമുക്ക് ഡാൻ കുര്യനിലേക്ക് പോകാം. ഡാൻ, ഈ തിരുവനന്തപുരത്തെ സാഹചര്യമാണല്ലോ വലിയ തോതിൽ നമ്മൾ മഴയ്ക്ക് മുമ്പേ ചർച്ച ചെയ്തതാണ്. ഈ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. വേണ്ട രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനമില്ല. മഴക്കുഴികൾ അനവധി. ഈ റോഡിനേക്കാൾ കൂടുതൽ വെള്ളമാണ് ഹൈവേയിൽ ഉൾപ്പെടെ കാണുന്നത്. എന്താണ് തിരുവനന്തപുരത്ത് കണ്ടത്? എല്ലാ മഴക്കാലത്തും എന്താണോ തലസ്ഥാന നഗരിയിൽ സംഭവിക്കുന്നത് അതിന് തന്നെ ഇത്തവണയും തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈഞ്ചക്കൽ ചാക്ക റൂട്ടിൽ സാധാരണയായി ഒരു മഴ അതിതീവ്രമായി 1 മണിക്കൂർ പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാം ചാക്ക ബൈപ്പാസിലേക്ക് തിരിയുന്ന വഴിയിൽ വലിയ തരത്തിൽ മുട്ടോളം വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ മഴക്കാലത്തും ഉണ്ടായിട്ടാണ്. അത് സമാനമായ തരത്തിൽ ഇന്നലെയും രൂപപ്പെടുകയായിരുന്നു. അതോടൊപ്പമാണ് ചാലക്കമ്പോളത്തിലും അതോടൊപ്പം തീരദേശ മേഖലയായ മുക്കോല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത്. ചാലക്കമ്പോളത്തിൽ നിരവധി സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയ സ്ഥിതിയാണ്. നമുക്കറിയാം ഇന്നലെ മണിക്കൂറുകളോളം മഴ നിന്ന് പെയ്യുകയായിരുന്നു. ആ ഒരു സ്ഥിതി ഒരുപക്ഷെ വരുന്ന 5 ദിവസത്തേക്ക് അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യതയെന്നാണ് രാത്രി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഓറഞ്ച് അലേർട്ടാണ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ. പക്ഷേ റെഡ് അലേർട്ടിന് സമാനമായ തരത്തിലാണ് ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ അടക്കം ഒരുക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. റോഡും കുഴിയും തമ്മിൽ
തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ വെള്ളം വന്ന് മൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നത്. വലിയ തരത്തിലുള്ള കുഴിയാണ് ഇങ്ങനെ എടുത്തിട്ടിരുന്നത്. അതിലെല്ലാം വെള്ളം വന്ന് അത് ശക്തമായി നിറയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പമാണ് ആമയിഴഞ്ചാൻ തോടും കിള്ളിയാറും ഇത് രണ്ടും കൃത്യമായി ശുചീകരണം നടത്താൻ വൈകുന്നത്, അല്ലെങ്കിൽ അത് പൂർണ്ണമായി ശുചീകരണം നടത്താൻ കഴിയാതിരുന്നത് മൂലം ഈ മാലിന്യങ്ങൾ ഒഴുകുന്നത് തടസ്സപ്പെടുന്ന സാഹചര്യം വരുന്നതോടെയാണ് അത് നിറഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. അത് കരമന ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിന്റെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം വരും. സ്വാഭാവികമായി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കിയാകുന്നത്. അതിന് മുന്നോടിയായി ഈ മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കി മലിനജലം കൃത്യമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി, ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി പോകുന്നതിനുള്ള വഴി ഒരുക്കിയില്ലെങ്കിൽ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടിനായിരിക്കും തലസ്ഥാന നഗരി ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരിക. എൽദോ. ഓക്കെ ഡാൻ, ഇനി മറ്റ് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ട് നേരത്തെ തന്നെ രൂപപ്പെട്ടിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ അരസമൂട്, കുഴുവിള, അത്തരം റൂട്ടുകളൊക്കെ വീടുകളുള്ളിൽ വെള്ളം കയറുന്ന വിഷ്വൽസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇനി പനി ബാധിക്കുന്നുണ്ട് വല്ലാതെ. തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ മാത്രം നിരവധി പേർ പനിയായിട്ട് എത്തുന്നുണ്ട്. ഇതിനിടെ ഈ പൊതുഭരണ വകുപ്പ് എം പി രാജേഷിന്റെ ഒരു സക്ഷൻ കം ജെറ്റിംഗ് ഒരു മെഷീനൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ ഓടകൾ ക്ലീൻ ചെയ്യാനും. ഒപ്പം ഈ തോടുകൾ, ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട്, ആ തോടൊക്കെ ഇങ്ങനെ മാലിന്യം കെട്ടി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം നഗരസഭയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ മഴക്കാല പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ? ഈ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമാണ് 2 ദിവസമാണ് സംസ്ഥാനത്ത് വ്യാപകമായി ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാം സംയുക്തമായി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് അറിയിച്ചെന്ന്. സ്വാഭാവികമായി അത് നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വലിയ മഴക്കെടുതി, വലിയ തരത്തിലൊരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മഴ തലസ്ഥാനത്തെ വെള്ളത്തിലാക്കിയതെന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. അതായത് വൈകുന്നേരം തുടങ്ങിയ മഴയാണ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി പെട്ടെന്നാണ് അങ്ങനെ ഒരു മഴ തീവ്രമായി നിൽക്കുന്ന തരത്തിൽ നിന്ന് മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനി പ്രധാനമായി ഉള്ള ഒരു സാഹചര്യം എൽദോ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആമയിഴഞ്ചാൻ തോറും കിള്ളിയാറും ഇത് രണ്ടുമാണ് പ്രധാനമായി നമ്മുടെ ഈ വെള്ളം മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ള 2 സ്ഥലങ്ങളാണ്. അവിടെ കൃത്യമായി മാലിന്യ നീക്കം നടന്നില്ല എങ്കിൽ അത് വലിയ തരത്തിൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാക്കും. അതോടൊപ്പമാണ് ഡ്രെയിനേജ് സംവിധാനം, അത് തടസ്സങ്ങളില്ലാതെ ഈ മലിനജലം ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും അത് പൂർണ്ണമായി വിജയകരമായി നടപ്പിലാക്കാൻ കഴിയാതിരുന്നതാണ് പലപ്പോഴും നഗരഭാഗങ്ങൾ, അതായത് തമ്പാനൂർ, അരിസ്റ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് SS കോവൽ റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇവിടങ്ങളിലെ ഈ മാലിന്യം നീക്കം ചെയ്യാൻ കഴിയാതെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതായിരുന്നു. അത് കൃത്യമായി ഈ ദിവസങ്ങൾക്കകം നീക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിന് സമാനമായ മഴക്കെടുതി തന്നെയായിരിക്കും, വെള്ളക്കെട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് തുടർച്ചയായി പെയ്യാൻ പോകുന്ന മഴ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ശരി ഡാൻ, ഞാൻ കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയത്ത് ശ്രീജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ തന്നെ ഈ മണിമലയാറൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കോട്ടയത്ത് ഇപ്പോൾ എങ്ങനെയാണ്? മഴ പെയ്യുന്നുണ്ടോ? അവിടെ ഇത്തരത്തിൽ ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവുന്ന സാഹചര്യമൊക്കെ അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? എൽദോ, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എവിടെ എത്തിയിട്ടില്ല. കരകവിഞ്ഞ് ഒഴുകിയിട്ടില്ല പുഴകൾ. ഈ കൈത്തോടുകളാണ് ചിലയിടങ്ങളിൽ അത്തരത്തിൽ മിനിയാന്ന് വൈകുന്നേരം പെയ്ത മഴയിൽ പെട്ടെന്നുണ്ടായ മഴയിലൊരു മഴവെള്ളപ്പാച്ചിൽ പോലെ ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ എവിടെയും നദികളിൽ അപകട നില തരണം ചെയ്തിട്ട് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതേസമയം തന്നെ രാത്രി ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 4 മണി മുതൽ തന്നെ ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് മീനച്ചിൽ താലൂക്കിലും ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലുമാണ് അത്രയും ശക്തമായ മഴ പെയ്യുന്നത്. കോട്ടയം, വൈക്കം ഉൾപ്പെടെയുള്ള താലൂക്കുകളിലും മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്. പക്ഷേ തുടർച്ചയായി മഴ പെയ്യുന്നത് ഈ 2 താലൂക്കുകളിലാണ്. സ്വാഭാവികമായിട്ടും കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളാണ് ഇവ രണ്ടും. ഇടുക്കിയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ രണ്ടും. അവിടെ രണ്ടിടത്തും മഴയുള്ളത്
ഒരു ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യത്തിൽ അങ്ങനെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഇത്ര നാളും വരണ്ട് കിടന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് 2 മഴ പെയ്താൽ ഉടൻ ഭൂമിയിൽ വെള്ളം ഈ കെട്ടി നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉരുൾപൊട്ടലിനുള്ള സാധ്യത പെട്ടെന്നില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ ശക്തമായ മഴ തുടർന്നാൽ അത് ഈ മേഖലകളിൽ മലവെള്ളപ്പാച്ചിൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഈ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. ജില്ലയിൽ ആകെ ചിറക്കടവ് ഈ മണ്ണിടിച്ചിൽ ഭീതിയുള്ള ഒരു കുടുംബത്തെ മാത്രമാണ് ചിറക്കടവിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുടങ്ങിയോ മറ്റോ ചെയ്തിട്ടില്ല. എന്തായാലും രാത്രി ഈ 2 താലൂക്കുകളിലും ശക്തമായ മഴ തുടർന്നിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എവിടെയും അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കോട്ടയത്ത് അപ്പോൾ അത്രമാത്രം ഗുരുതര സാഹചര്യമില്ല. കോട്ടയത്ത് മഴയുണ്ട്, പക്ഷേ എന്നാലും അത് മീനച്ചിൽ താലൂക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ മഴ പെയ്യുന്നു എന്നാണ് ശ്രീത്ത് പറയുന്നത്. നദികളിൽ ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുമില്ല. ഓക്കെ ശ്രീത്ത്, താങ്ക് യു. ഇനി ശശിനാരായൺ പത്തനംതിട്ടയിൽ നിന്ന്, ഒപ്പം പ്രിൻസ് ജെയിംസ് ഇടുക്കിയിൽ നിന്നും നമ്മോടൊപ്പം പങ്കുചേരും. ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഈ കൊച്ചിയിലും നമ്മൾ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. കൊച്ചിയിലും ഒരുപാട് വെള്ളക്കെട്ട് പലയിടങ്ങളിലും സ്വാഭാവികമാണ്. ഇപ്പോൾ രാവിലെ ഇത് കുഴിവിള അരശുമൂട് റൂട്ടിലെ വെള്ളക്കെട്ടാണ്. അവിടുത്തെ ജനകീയ സമരസമിതിയൊക്കെ വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അവ നമുക്ക് അയച്ചു തരുന്ന ദൃശ്യങ്ങളാണ്. അതിൽ വീടിനുള്ളിലേക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യം. അതായത് ഈ കുഴിവിള അരശുമൂട് റോഡ് എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കഴക്കൂട്ടത്ത് ഈ ഹൈവേയോട് ചേർന്നുള്ള ഈ ബൈപ്പാസിനോട് ചേർന്നുള്ള കുറുകെ പോകുന്ന പഴയ മെയിൻ റൂട്ടായിരുന്നു. അവിടെ ബസ് ഓടിക്കൊണ്ടിരുന്ന റൂട്ടാണ്. ആ റൂട്ടിലെ ഒരു വീടിൻ്റെ സാഹചര്യമാണ്. ഈ വീട്ടിൽ ഇത്രയും വെള്ളം കയറാനുള്ള സാഹചര്യം എന്താണ്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ പൊതു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു, ഈ ഡ്രെയിനേജ് സംവിധാനത്തിനും അല്ലെങ്കിൽ മറ്റ് വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നങ്ങൾക്കുമായി. അപ്പോൾ അതേ തുടർന്ന് വെള്ളം ഒഴുകി പോകാതെ വീടിനുള്ളിലേക്ക് കയറുന്ന സാഹചര്യമാണ്. എത്ര കഷ്ടമാണെന്ന് നോക്കുക, ആ വീടിനുള്ളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം. അപ്പോൾ ആ വീട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അത്രമാത്രം ദുരിതം ഈ ചെറിയ മഴയിൽ അനുഭവിക്കുകയാണെങ്കിൽ ഇനി വരും ദിവസങ്ങൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. മഴ തുടങ്ങുന്നേ ഉള്ളൂ, മഴക്കാലം ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ വീട്ടിലൊക്കെ സാഹചര്യമെങ്കിൽ എങ്ങനെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ ആശങ്കയുള്ള കാര്യമാണ്. തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മതി. ഒന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശശി, നമ്മൾ ഈ പത്തനംതിട്ടയിലെ മഴ അതിലെ ആശങ്കയിലേക്ക് എത്തിയിട്ട് അധികം നാളായില്ല. ഈ പ്രളയത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ എത്തിയപ്പോൾ മുതൽ തന്നെ പത്തനംതിട്ടയിൽ മഴ പെയ്ത വലിയ ആശങ്കയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ തിരുവല്ല പോലുള്ള പ്രദേശങ്ങളിൽ. അപ്പം എന്താണ് നിലവിലത്തെ അവസ്ഥ? അവിടെ പത്തനംതിട്ടയിൽ വലിയ മഴയുണ്ടോ? നിലവിലെ പത്തനംതിട്ടയിൽ ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ ഇന്നലെ ഉച്ച മുതൽ ശക്തമായ മഴ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നേരം ഇപ്പം പുലർച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 8 മണിക്ക് ശേഷം ശക്തമായ മഴ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ പ്രവചനമുള്ളത്. എന്തായാലും ഇന്നും നാളെയും റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ണിടിച്ചിലുള്ള മേഖലകളൊന്നും ജലനിരപ്പ് ഉയരുന്ന നദിയുടെ ജലനിരപ്പ് ഉയരുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 44ഓളം ക്യാമ്പുകൾ സജ്ജമാക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥർക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കിഴക്കൻ മലയോര മേഖല, അതായത് കൊക്കാത്തോട്, ചിറ്റാർ, തണ്ണിത്തോട് തുടങ്ങിയ മലയോര മേഖലകളാണ് ഇത്തരത്തിൽ ദുരന്ത സാധ്യതയുള്ള മേഖലകൾ. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുള്ളത്. പക്ഷെ നിലവിൽ ആരെയും ഇപ്പോൾ മാറ്റി പാർപ്പിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പക്ഷെ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതായി വരും. അതിനുള്ള ഒരു മുന്നൊരുക്കം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ അതിതീവ്ര മഴ പെട്ടെന്ന് തന്നെ മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ ജില്ലാ
നടപ്പിലാക്കിയിട്ടുള്ളത്. നദികളുടെ ജലനിരപ്പും കാര്യമായ രീതിയിലൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല. 3 നദികൾ, പമ്പയും അച്ചൻകോലും മണിമലയാറും, ഈ 3 നദികളും സാധാരണഗതിയിൽ ശക്തമായ മഴ ലഭിക്കുന്നത് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നദീ തീരങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗവി അടക്കമുള്ള മലയോര മേഖലയിലെ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള സഞ്ചാരത്തിനും രാത്രികാല സഞ്ചാരത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മുന്നൊരുക്കം ജില്ലാ ഭരണകൂടം മഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം വെള്ളപ്പൊക്കമുള്ള മേഖലയാണ്, മണ്ണിടിച്ചുള്ള പ്രദേശങ്ങളുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമുണ്ട്. ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലമാണ് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണം എടുത്തിട്ടുള്ളത്. നിലവിൽ ജില്ലയിൽ നിന്നും അത്തരത്തിലൊരു അനിഷ്ട സംഭവങ്ങളോ കാര്യങ്ങളോ ഇതുവരെയില്ല. പക്ഷേ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പം അല്പം ശമനമുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ശശി, നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഈ മരമൊക്കെ ഒടിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീണ സാഹചര്യം കാണുന്നുണ്ട്. ഇതെവിടെയാണ് സ്ഥലം? ശശി തന്നെ നൽകിയ ദൃശ്യങ്ങളാണെന്ന് കരുതുന്നു. ഈ മരമൊക്കെ റോഡിലേക്ക് വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നോ ഇന്നലെ വൈകിട്ടുമല്ലോ? ഇന്നലെയാണ് റാന്നി മാടമണ്ണിൽ തീർത്ഥാടകർ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം ഒടിഞ്ഞ് കടപുഴകി വീണ ശക്തമായ കാറ്റിൽ മരം ഒടിഞ്ഞ് വാഹനത്തിന് മുകളിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും യാത്രക്കാർക്ക് അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ രാത്രിയിൽ മലയോര മേഖലയിൽ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റോഡുകളിലൊക്കെ ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സം ഉണ്ടാകുകയും വൈദ്യുതി ബന്ധം മുടങ്ങുകയും ചെയ്തു. പക്ഷേ അത് കാര്യമായ രീതിയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കാര്യമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അതപ്പോൾ തന്നെ പരിഹരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ചില സാധ്യതകൾ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. ക്യാമ്പുകൾ 44 ക്യാമ്പുകൾ, ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത് കോന്നിയും അതുപോലെ തന്നെ റാന്നിയിലുമാണ്. ആ ക്യാമ്പുകളെല്ലാം അതും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഹാജരാകണം എന്നുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും റെഡ് അലർട്ടാണ്. 21-ാം തീയതി ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഓറഞ്ച് അലർട്ടിന്റെ അന്നും സമാനമായ റെഡ് അലർട്ടിന്റെ രീതിയിൽ മഴ ലഭിക്കുമെന്നുള്ള ഒരു മുൻകരുതൽ കൂടിയുണ്ട്. എന്തായാലും പ്രളയബാധിത ഒരു ജില്ല എന്ന നിലയ്ക്ക് വലിയ കാര്യക്ഷമമായി തന്നെയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും മഴയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ എടുത്തിട്ടുള്ളത്. എൽദോ. ഓക്കെ, റൈറ്റ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് ശശിനാരായണൻ പങ്കുവച്ചത്. പത്തനംതിട്ടയിലെ പലയിടങ്ങളിലും മഴ, അത് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന്. എന്നാൽ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും മഴ തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് തീരമേഖലകളിലെ വീടുകളിൽ പലയിടത്തും വെള്ളം കയറി. തീരമേഖല എന്ന് മാത്രമല്ല, നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ഈ 3 ജില്ലകളാണ് റെഡ് അലേർട്ട്. നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ പ്രിൻസ് ജെയിംസ് ആണ് നമ്മോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. പ്രിൻസ്, ഈ മഴക്കാലം എത്തിയാൽ ഹൈറേഞ്ചുകാർക്ക് ഒരു നെഞ്ചിടിപ്പാണ്, നമുക്കറിയാം. അപ്പോൾ എന്താണ് അവിടെ ഹൈറേഞ്ചിലേക്ക് മഴ അത് ഈ ഭീകരമായി എത്തുന്നുണ്ടോ, അതോ നേരിയ തോതിൽ മഴ പെയ്തു പോകുന്നതേ ഉള്ളൂ? ഇന്ന് രാവിലെ മുതൽ മിക്ക പ്രദേശങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ ലോറഞ്ചിലെ ആൾക്കാർ ശക്തമായ ഒരു മഴ പ്രിൻസിന്റെ ഓഡിയോ ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്യുന്നു. എന്താണെങ്കിലും അല്പം കൂടി നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇടുക്കിയിൽ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉള്ളതിൽ ഒന്ന് അത് ഇടുക്കിയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. അപ്പോൾ മലയോര മേഖലകളിലൊക്കെ യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണം. ജാഗ്രതയോടുകൂടി മാത്രമേ ഈ മഴക്കാലത്ത് നമ്മളായിട്ടുള്ള കരുതൽ എടുക്കുക എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ വളരെ കരുതലോട് മാത്രം, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ടത് എന്ന് തോന്നുന്നു. ഞാൻ പ്രിൻസിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകുന്നു. പ്രിൻസ്, കേൾക്കാമോ? ഓക്കെ, പ്രിൻസിൻ്റെ നെറ്റ്വർക്ക് അവിടെ ഇടുക്കിയിലാണ്, അവിടുത്തെ മലയോര മേഖലയിലാണ് പ്രിൻസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ മറ്റ് സ്ഥലത്തെ കാഴ്ചകളിലേക്ക് കൂടി പോവുകയാണ്. നമ്മൾ ഡാൻ കുര്യൻ ഈ മഴയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ്റെ റിപ്പോർട്ടിൽ. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് കാലവർഷം എത്തിയേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വരുന്ന 22-ാം തീയതിയോടെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. 31-ാം തീയതിയോടെ കേരള തീരത്ത് കാലവർഷം എത്തിയേക്കും എന്ന് തന്നെയാണ്
കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കടലോര മേഖലകളിലേക്കും മലയോര മേഖലകളിലേക്കും വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയുമാണ് ജില്ലാ ഭരണകൂടം. കടലോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും മലയോര മേഖലകളിലേക്ക് രാത്രി യാത്രകൾ ഒരു തരത്തിലും അനുവദിക്കാനാവില്ല എന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. എല്ലാ ദുരന്ത നിവാരണ വിഭാഗത്തോട് ഏത് സാഹചര്യം വന്നാലും നേരിടാൻ സജ്ജരായിരിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്തും ഇടുക്കിയിലും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലും വരുന്ന 3 ദിവസത്തേക്ക് അതിതീവ്രമായ മഴയുണ്ടായേക്കുമെന്നും മറ്റിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴയുടെ ഭാഗമായി അതിശക്തമായ മഴ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും രംഗത്തെത്തിയിരിക്കുന്നത്. പൊന്മുടി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരത്തിനായി ആരും ഈ ദിവസങ്ങളിൽ പോകരുത് എന്നാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലോരത്തുള്ള വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നും ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ വേനൽ മഴയും അതിശക്തമായി പെയ്യുന്നതാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് തീരമേഖലകളിലടക്കം ഉണ്ടാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് അദിത് VP ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് അദിത്, മഴയുണ്ടോ അവിടെ, എന്താ അവസ്ഥ? ജോർജ് ബിജുവും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. മഴയുടെ സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് മഴക്കാഴ്ചകൾ തുടരുന്നുണ്ട്. നമുക്ക് ഇടുക്കിയിലേക്കാണ് പോകേണ്ടത്. പ്രിൻസ് ആദ്യം ചേർന്നിരുന്നു, പക്ഷേ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. പ്രിൻസ് ഇപ്പോൾ കേൾക്കാമെന്ന് കരുതുന്നു. എന്താണ് ഇടുക്കിയിലെ സാഹചര്യം? എൽദോ, തീർച്ചയായും ഹൈറേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ മഴ ഇത് രാവിലെ തന്നെ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മിക്ക പ്രദേശങ്ങളിലും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. കനത്ത മഴ ഈ മേഖലയിൽ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ താലൂക്കുകൾ കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം രാത്രികാല യാത്രകളിലൊക്കെ സുരക്ഷ പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം വിനോദസഞ്ചാരികൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നീരൊഴുക്ക് പ്രധാന ജലാശയങ്ങളിലേക്ക് അടക്കം പുഴകളിലേക്കും ഒക്കെ നീരൊഴുക്ക് അതിശക്തമായി വർദ്ധിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ജലാശയങ്ങളിലേക്കും പുഴകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും ഒക്കെ ഇറങ്ങരുതെന്ന നിർദ്ദേശങ്ങൾ ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം ജീപ്പ് സഫാരി അടക്കമുള്ള വിനോദോപാധികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊളുക്കുമലയിലേക്കുള്ള ട്രക്കിംഗ് ഒക്കെ DTPC 2 ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണൊലിപ്പിനും സാധ്യതയുള്ളതിനാൽ 2 ദിവസത്തേക്ക് മണ്ണെടുപ്പും മറ്റ് ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായൊരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ മേഖലയിൽ നൽകിയിരിക്കുന്നു. മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ വിവിധ മേഖലകളിൽ മണ്ണ് ഓടിക്കുന്ന സാഹചര്യം, മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നു. റവന്യൂ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ജനങ്ങളോട് ജാഗ്രത പുലർത്തുന്നുള്ള നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഒപ്പം ടൂറിസം കേന്ദ്രങ്ങളിലേക്കും എത്തുന്ന സഞ്ചാരികൾക്കും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഏതായാലും അവധി ദിവസങ്ങൾ അവസാനിക്കാറായതിനാൽ ജില്ലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം സഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ മൂന്നാർ അടക്കമുള്ള മേഖലയിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസം ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുത്തുന്നവർക്കും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരോടുമൊക്കെ സുരക്ഷ പാലിക്കണമെന്നും വിനോദസഞ്ചാരികളുടെ അടക്കം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എൽദോ, ഓക്കെ, റൈറ്റ്. പ്രിൻസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ ഉണ്ടോ എന്ന് ഓർത്തു വയ്ക്കുക. വളരെ സൂക്ഷ്മതയോട് മാത്രം വാഹനങ്ങളിൽ മലയോര മേഖലയിലേക്ക് പോവുക. പ്രിൻസ്, താങ്ക് യു ജോയിൻ ചെയ്തതിന്. ഇനി ഈ മഴയുടെ കാഴ്ചകൾ വരുമ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഈ പ്രധാനമായും ഈ ഹൈ റേഞ്ചിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ ഹൈ റേഞ്ചിലേക്കുള്ള യാത്രകൾ അത് സൂക്ഷിച്ച് വേണം, വളരെ കെയർഫുള്ളായി തന്നെ വേണം ഓരോ ചുവടും മുന്നോട്ട് വെക്കാനെന്നുള്ളത്. എന്നാലും ഇതൊരു വേനൽ മഴയുടെ തുടക്കം മാത്രമാണ്. വേനൽക്കാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴയെ തന്നെ കരുതുമ്പോൾ യഥാർത്ഥ വർഷകാലത്തിലേക്ക് എത്തുമ്പോൾ ഇതിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ആദ്യ ഘട്ടമായി തന്നെ കരുതി നമുക്ക് ഈ വേനൽ മഴയെ നേരിടാം. പക്ഷേ പലയിടങ്ങളിലും വലിയ തോതിൽ വെള്ളക്കെട്ട്, റോഡിൽ ചെളി,
വീടിനുള്ളിൽ വെള്ളം, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. പരിഹരിക്കാൻ കഴിയട്ടെ. ഓക്കെ, ഞാൻ ആദ്യം ഈ കുഴിവിള തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കുഴിവിളയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിച്ചു. ഇതാണ് ഈ കുഴിവിള അരശുമൂട് റോട്ടിലെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ക്യാമ്പയിനിലും ഈ റോഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഞാൻ അവിടുത്തെ ഈ ജനകീയ സമരസമിതിയിലെ പ്രേംലാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പ്രേംലാൽ, നമ്മളന്ന് കണ്ടിരുന്നു. എനിക്ക് ആ ദൃശ്യങ്ങൾ അയച്ചു തന്നപ്പോൾ എനിക്ക് അമ്പരപ്പ് തോന്നി. കാരണം വീടിനുള്ളിൽ ഈ ചെറിയ മഴയിൽ, വേനൽ മഴയുടെ തുടക്കത്തിൽ തന്നെ ഇത്രമാത്രം വെള്ളം കയറുമെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള സ്ഥിതി എന്താകും? നിങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കും? ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും വെള്ളത്തിനടിയിലായിരുന്നു. കാര്യം ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു ഇന്നലെ രാത്രി തന്നെ. അതിന്റെ വീഡിയോസും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ആ ദൃശ്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓണറിൽ പോകുന്നുണ്ട്, നമ്മളിപ്പോ ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട്. പ്രേമലാൽ അയച്ചിരുന്ന വീഡിയോ തന്നെയാണത്. അതെ. അപ്പൊ ഈ വീട്ടിനകത്ത് ഇപ്പം എല്ലായിടത്തും വെള്ളം കയറി, അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഈ ജനകീയ സമിതി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഇവിടെയൊക്കെ വെള്ളം കയറി എന്നുള്ളത് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അറിയാൻ പറ്റി. അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു നാട്ടുകാർക്കൊരു ആശ്വാസമായിട്ടിരിക്കുന്നതാണ്. ഈ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട്ടിലൊക്കെ ഏതാണ്ട് മുട്ടിന് മുകളിൽ ഉള്ളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ അവിടെ മാറ്റിയോ? വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് അവരൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലോട്ട് മാറ്റി. ഇന്നലെ രാത്രി തന്നെ എല്ലാവരും മാറ്റി. കാര്യം ബന്ധു വീട്ടുകളിലോട്ടും പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കെട്ടിടങ്ങളിലും അതിന്റെ മുകളിലോട്ടൊക്കെ മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് ഉയർന്ന പ്രദേശങ്ങളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ ഡ്രെയിനേജിന്റെ പൈപ്പിന് വേണ്ടി കുഴിയെടുത്ത വലിയ കുഴിയെടുത്തില്ലേ, ആ വിറ്റ് കുഴികളെടുത്ത കുഴികളെല്ലാം ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വലിയ ഗർത്തങ്ങളായി. അപ്പൊ ആ റോഡ് വഴി ആർക്കും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ അതുവഴി ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ എല്ലാം വേറെ സ്ഥലത്തൂടെയാണ് മാറ്റി ഞങ്ങൾ വഴിതിരിച്ചു വിടിയിട്ടത്. ഓക്കെ, അതായത് ഈ ഡ്രെയിനേജിന് വേണ്ടി എടുത്ത വലിയ ഗർത്തങ്ങൾ, അതായത് JCB ഉപയോഗിച്ചെടുത്ത വലിയ കുഴികൾ, അത് ഇടിഞ്ഞു വീണു. ഇടിഞ്ഞു. അടിയിൽ ഈ തുരങ്കം JCB കുഴിച്ച് എടുത്തതുകൊണ്ട്, അല്ലാതെ ഈ തുരങ്കം പോലെ കുഴിച്ചിട്ട് പൈപ്പ് വലിച്ചൂരി മാറ്റിയ അടിയിലുണ്ടായിരുന്നു ആ കുഴികൾ. അതെല്ലാം വെള്ളം കയറിയപ്പോഴത്തേക്ക് കൊണ്ട് ഇടിഞ്ഞു താന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വഴിയിൽ വാഹനങ്ങളെല്ലാം നടക്കാനും പറ്റില്ല. വാഹനമല്ല, രാത്രി നടക്കാൻ പറ്റത്തില്ല. രാത്രി ആർക്കും നടക്കാൻ പറ്റത്തില്ല. കുഴി ഏതാണ്, വെള്ളം ഏതാണ്, റോഡ് ഏതാണെന്ന് തോന്നില്ല. റോഡേ ഇല്ല. പിന്നെ ഇതിന് വേണ്ടി ഞങ്ങൾ കളക്ടറേറ്റിലും പല സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളക്കെട്ടിനും മഴയ്ക്ക് മുമ്പ് തന്നെ ഈ റോഡ് വൃത്തിയാക്കി ഇതിന് ഓട കെട്ടി ഈ വെള്ളം പോകാനുള്ള ചാലുകളെല്ലാം ഉണ്ടാക്കി അത് വൃത്തിയാക്കണമെന്ന് ഞങ്ങൾ പരാതിയിൽ കൊടുത്തതാണ്. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ശരി, ഈ ഒറ്റ മഴയിൽ ഈ വീട്ടിലൊക്കെ ഇത്രയും വെള്ളം കയറുന്ന ഒരു സാഹചര്യം, നിങ്ങൾ ഈ രാത്രിയിൽ ഈ ഉണ്ടായ പ്രശ്നം അത് നഗരസഭയെയോ അല്ലെങ്കിൽ അധികൃതരെയോ അല്ലെങ്കിൽ അറിയിച്ചോ? എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടായോ ജനപ്രതിനിധികളുടെ ഭാഗത്ത്? എന്തെങ്കിലും ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഇതുവരെയ്ക്കും ഒരു ഇതും ഉണ്ടായിട്ടില്ല. കാര്യം ഇതുവരെയ്ക്കും ഈ നേരം വെളുക്കുന്നതിനകത്ത് വരെ ഇതുവരെയ്ക്കും ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി മുന്നോട്ട് എന്താണ്, എന്തെങ്കിലും നിങ്ങൾ സമരസമിതിയുടെ ഭാഗത്ത് എന്തെങ്കിലും നിലപാടെടുക്കുന്നുണ്ട്? എന്തെങ്കിലും ഞങ്ങള് അടുത്ത വാഴ നട്ട് അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ഇരിക്കുന്നത്. കാര്യം 8 വർഷമായിട്ട് ഈ റോഡ് ഈ പരുവായിട്ട് കിടക്കുകയാണ്. അപ്പൊ കുടിക്കാനോ വെള്ളമില്ല. ഈ മലിനവെള്ളം അത്തരം കിണറുകളെല്ലാം നശിച്ചു. ഇന്നലത്തെ മഴയത്ത് എല്ലാ കിണറുകളിലും ഈ മാലിന്യങ്ങളും വേസ്റ്റുകൾ അത്രയും ഇറങ്ങി കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സ്ഥിതിയിലാണ് ഇരിക്കുന്നത് ഇപ്പൊ അവിടെ. ഈ വീട്ടിലൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി, അതോ ഇപ്പോഴും ആ സാഹചര്യം തന്നെയാണ്? വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം അതുപോലെ നിൽക്കുന്നുണ്ട്. ഏകദേശം മുട്ടോളം വെള്ളം ഇപ്പോഴും നിൽപ്പുണ്ട് വീട്ടുകാരനകത്ത് അകത്ത്. വെളിയിലത്തെ അവസ്ഥ ഇതിന് ദുരിതമാണ്. എത്ര വീടുകളുണ്ട് ഇത്രയും പ്രശ്നം? ഇപ്പൊ ഒരു 10-15 വീട് ഒരു ഭാഗത്ത് തന്നെ. പിന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെയ്ക്കും. കാര്യം ആരൊക്കെ എങ്ങനെയാണ് കാര്യം, വാട്സാപ്പോ ഫോണോ അങ്ങനെ ഉള്ള ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അവരൊന്നും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. നമ്മള് ഗ്രൂപ്പ് വഴി വന്ന മെസ്സേജ് അനുസരിച്ച് ഇന്നലെ രാത്രി ഒരു 10-25ഓളം കുടുംബങ്ങൾ നമ്മൾ അത്രയും പ്രദേശത്ത് താഴ്ന്നവരൊക്കെ രക്ഷിച്ചു. ഓക്കെ, ശരി പ്രേംലാൽ. എന്താണേലും ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്തുള്ള ഈ കുഴിവിള എന്നുള്ള സ്ഥലമാണത്. കുഴിവിള ഈ അരശുമൂട് റോഡ്, അത് നേരത്തെ ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷത്തിലേറെയായി, ഏതാണ്ട് 9 വർഷമായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അതായത് അതിലൂടെ യാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഈ ഡ്രെയിനേജിനും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു.
ഈ 8-9 വർഷമായിട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് യാത്ര ദുസ്സഹമാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു മഴക്കാഴ്ചയാണ് കണ്ടത്. ഈ ചെറിയ മഴയിൽ ആ വീട്ടിലൊക്കെ 10 വീടുകളിലേറെ ആ ഒരു പ്രദേശത്ത് മാത്രം, ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെയൊക്കെ വെള്ളം കയറിയെന്ന് പ്രേമലാൽ പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇനിയുള്ള സമയങ്ങളിൽ അടിയന്തരമായി, വളരെ അടിയന്തരമായി തന്നെ ഇടപെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായാലും മഴ തുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങൾ അത് നമുക്ക് പ്രകടമായി തന്നെ മനസ്സിലാക്കി തുടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേമലാൽ പങ്കുവച്ചത്. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്തും. മോർണിംഗ് വാക്സ്.